ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പത്ത് ഓഫ് വിസ്ഡം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നുള്ളത് പാർട്ട് 3 ആണ്. ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയതിന് ശേഷം ഇത് നോക്കുക. ഇതിൽ നമ്മൾ ഫസ്റ്റ് കവർ ചെയ്യാൻ പോകുന്നുള്ള ടോപ്പിക് ഉബുണ്ടു എന്നതിൽ മെയിനായിട്ട് പറയുന്നുള്ളത് ഹ്യൂമൻ നേച്ചർ, ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ചാണ് പഠിക്കുന്നുള്ളത്. ആൻഡ് ഓൾസോ ഓരോ ആൾക്കാരുടെ ഇടയിലും എങ്ങനെയൊക്കെ അവർ റിലേറ്റഡ് ആണ്, അതായത് ഓരോ മനുഷ്യനും അപ്പുറത്തെ ആളോട് ഡിപ്പെൻഡഡ് ആണ്, ഇൻ്റർ കണക്റ്റഡ് ആണ്. നമ്മൾ ജീവിക്കണമെങ്കിൽ മറ്റൊരാളും കൂടി നമ്മൾക്ക് ആവശ്യമാണ്. അതായത് നമ്മൾ നേരത്തെ കരുണയിലൊക്കെ പഠിച്ചിരുന്നു, നമ്മൾ ബാക്കിയുള്ളവർക്ക് സഹായം ചെയ്തു കൊടുക്കണം, സെൽഫിഷ്നെസ് എന്നത് ഒഴിവാക്കുക. ഇത് നമ്മളെ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള സൊസൈറ്റിയിലേക്ക് എത്തിക്കും എന്ന് നമ്മൾ പഠിച്ചു. അപ്പം ഏതൊരാൾക്കാർ ജീവിക്കണമെങ്കിലും ദേ നീഡ് സംവൺ എൽസ്, അതിനെക്കുറിച്ചിട്ടാണ് ഉബുണ്ടുവിൽ പറയുന്നുള്ളത്. ഇറ്റ് ചാലഞ്ചസ് ദ വെസ്റ്റേൺ നോഷൻ ഓഫ് ഇൻഡിവിജ്വലിസം എന്നുള്ള ഒരു കാഴ്ചപ്പാടിനെ ഇത് ചാലഞ്ച് ചെയ്യുന്നുണ്ട്. അതായത് ഒരാളുടെ ഐഡൻറ്റിറ്റി അളക്കുന്നുള്ളത് അയാളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആട്രിബ്യൂട്ട് അനുസരിച്ചിട്ടല്ല, അയാൾ ഒറ്റയ്ക്കുള്ള അയാളുടെ ബിഹേവിയർ അനുസരിച്ചിട്ടല്ല, മറിച്ച് കളക്റ്റീവായിട്ടാണ്. അതായത് ഒരാൾ ഏത് സമൂഹത്തിലാണോ ജീവിക്കുന്നുള്ളത് ആ സമൂഹത്തിൻ്റെ ബേസിസിലാണ് ഒരാളുടെ ഐഡൻറ്റിറ്റി നമ്മൾ പറയുക. അല്ലാതെ ഇൻഡിവിജ്വലിസത്തിന് ഒരു പ്രാധാന്യവും ഇല്ല എന്നുള്ള ഒരു ചാലഞ്ചാണ് ഇവിടെ ഉബുണ്ടു വെക്കുന്നുള്ളത്. സോ ചുരുക്കി പറഞ്ഞാൽ ഉബുണ്ടു എന്നുള്ളത് മനുഷ്യന്മാർ ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക്ഡ് ആണ്. ഒരാളുടെ സെൽഫായിട്ട് അയാളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അയാൾ എങ്ങനെയാണോ മറ്റുള്ളവരുമായിട്ട് റിലേഷനിലുള്ളത്, എങ്ങനെയാണോ അവർ ബോണ്ടുള്ളത്, അതായത് എങ്ങനെയാണോ അവർ മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നുള്ളത്, അതിനനുസരിച്ചിട്ടാണ് ഒരു മനുഷ്യനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുക. ആൻഡ് ഓൾസോ അവരെത്രത്തോളം റെസ്പോൺസിബിലിറ്റി, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എത്രത്തോളം നിലനിർത്തുന്നുണ്ട്, അത്രത്തോളം ചെയ്യുന്നുണ്ട് എന്നനുസരിച്ചിട്ടാണ് ഓരോ മനുഷ്യനെയും നമ്മൾ വിലയിരുത്തുക. ഇതാണ് ഉബുണ്ടു എന്നുള്ളത്. മെയിനായിട്ട് ഇതാണ് പറയുന്നുള്ളത്, സെൽഫിഷ്നെസ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ, ഇൻഡിവിജ്വലിസത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മറ്റുള്ളവരോട് ഡിപ്പെൻഡാക്കി ജീവിക്കുക എന്നുള്ളതാണ് ഉബുണ്ടുവിൽ പറയുന്നുള്ളത്. ഡിപ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ളവരുടെ കീഴിൽ ജീവിക്കുക എന്നുള്ളതല്ല, മറിച്ച് അവരെ സഹായിച്ച് അവരുടെ കഷ്ടപ്പാടുകളും മനസ്സിലാക്കി അവരോട് സന്തോഷത്തോടെ, അവരോട് കൈൻഡായിട്ടും റെസ്പെക്റ്റായിട്ടും പെരുമാറുക എന്നുള്ളതാണ് ഉബുണ്ടുവിൽ പറയുന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിൽ ഉബുണ്ടു എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ച് കുറച്ച് കൂടുതൽ മനസ്സിലാക്കാം. ആഫ്രിക്കൻ ഫിലോസഫിയിൽ ഉബുണ്ടു എന്നുള്ളൊരു കോൺസെപ്റ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. ഉബുണ്ടു എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ആഫ്രിക്കൻ ഫിലോസഫിയിൽ ഒരു ഹ്യൂമൻ നേച്ചറിനെ കുറിച്ച് പറയുന്നുള്ളതാണ്. അതായത് മനുഷ്യർ ഇൻ്റർ ഡിപ്പെൻഡഡ് ആണ്. ഒരാളുടെ ഐഡൻറ്റിറ്റി അളക്കാൻ ഇൻഡിവിജ്വൽ ആയിട്ടല്ല, മറിച്ച് കളക്റ്റീവ്, അയാൾ സൊസൈറ്റിയിൽ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് ഒരാളുടെ ഐഡൻറ്റിറ്റി പറയുക. ഇത് നമ്മൾ നേരത്തെ പഠിച്ചു. ഉബുണ്ടുവിൻ്റെ മെയിൻ ആയിട്ടുള്ള അസേർഷൻ എന്നുള്ളത് ഐ ആം ബിക്കോസ് ഓഫ് യു, ഞാൻ ജീവിച്ചിരിക്കുന്നത് നീ കാരണമാണ്. അതായത് ഓരോ മനുഷ്യന് ജീവിക്കാനും വേറൊരാളുടെ സഹായം ആവശ്യമാണ്. ഞാൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് നിൻ്റെ സഹായത്തോടു കൂടിയാണ് എന്ന ബോധം എല്ലാ മനുഷ്യരിലും ഉണ്ടാവുക എന്നതാണ് ഉബുണ്ടുവിൻ്റെ ഫണ്ടമെൻ്റൽ ഐഡിയ എന്ന് പറയുന്നത്. ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത് ഇൻ്റർ ഡിപ്പെൻഡൻസ് തന്നെയാണ്. ഓരോ ആൾക്കാരും മറ്റേ ആളോട് ഇൻ്റർ ഡിപ്പെൻഡായിട്ടാണ് ജീവിക്കുന്നുള്ളത്. ഉബുണ്ടു എന്നുള്ളത് its culture promotes harmony, cooperation and shared worldwide rejection the notion of individualism prevent in വെസ്റ്റേൺ ഹ്യൂമനിസ്റ്റിക് ട്രഡീഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് ഹാർമണി, എല്ലാ ആൾക്കാരുടെയും ഇടയിലും നല്ല രീതിയിലുള്ള ക്ഷേമവും സമാധാനവുമുള്ള ഒരു സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് റിജക്ട്സ് ദ ഇൻഡിവിജ്വലിസം. ഇതിൽ ഇൻ്റർ ഡിപ്പെൻഡഡ് ആണ്, ഓരോ ആൾക്കാരും അങ്ങോട്ടേക്ക് റിലേഷൻ ഉണ്ട്. ഇൻഡിവിജ്വലിസം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇത് ഇല്ലാതെയാക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ പറയുന്നുള്ളത് മനുഷ്യന്മാർ അവരുടെ സ്വഭാവം നല്ലതാക്കുന്നുള്ളത് മറ്റുള്ള ആൾക്കാരെ കണ്ടിട്ടാണ്. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി ലൈഫ് നല്ലതാണെങ്കിൽ റാഷണാലിറ്റി ആൻഡ് മൊറാലിറ്റി അത് അക്വയർ ചെയ്യുന്നുള്ളത് നമ്മുടെ കമ്മ്യൂണിറ്റി ലൈഫിൽ നിന്നാണ്.
അതായത് ഹ്യൂമാനിറ്റി എന്നുള്ളത് പഠിക്കുന്നുള്ളത് നമ്മുടെ സൊസൈറ്റിയിൽ നിന്നാണ്, അല്ലാതെ ഒരു മനുഷ്യൻ സ്വന്തം ജീവിതത്തിൽ ഹ്യൂമാനിറ്റി പഠിക്കുന്നതല്ല. നമ്മൾ മറ്റുള്ള ആൾക്കാരുടെ ഒന്നിച്ച് ജീവിക്കുന്ന സമയത്താണ് നമ്മൾ മനുഷ്യത്വം എന്നുള്ള ഒരു കാര്യം പഠിക്കുന്നുള്ളത്. ആൻഡ് ഓൾസോ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് മറ്റുള്ളവരെ കണ്ടിട്ടാണ് നമ്മൾ ഹ്യൂമാനിറ്റി പഠിക്കുന്നുള്ളത്. അല്ലാതെ നമ്മൾ ഏത് ബുക്കിലും പഠിച്ചിട്ടുണ്ടെങ്കിലും അത് ഹ്യൂമാനിറ്റി ആവില്ല. മനുഷ്യത്വം പഠിക്കണമെങ്കിൽ മറ്റുള്ളവരുടെ ഒന്നിച്ച് ജീവിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും കരുണ, കമ്പാഷൻ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുകയും അങ്ങനെ അക്വയർ ചെയ്തിട്ടെടുക്കുന്നതുമാണ് ഈ ഒരു ഹ്യൂമാനിറ്റി എന്നുള്ളത്. അതാണ് ഉബുണ്ടുവിൽ വിശദീകരിച്ചിട്ടുള്ളത്. വെസ്റ്റേൺ വേൾഡിൽ പറയുന്നുള്ളത് ഓരോ ആൾക്കാരും ജനിച്ചിട്ടുള്ളത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ്. അവർ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല ജനിച്ചിട്ടുള്ളത്. ഓരോരുത്തരും അവരുടെ ചിന്താശേഷിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുമാണ് വെസ്റ്റേൺ വേൾഡ് കരുതുന്നുള്ളത്. പക്ഷേ ഉബുണ്ടു എന്ന ആശയം ഇതിനൊരു ചാലഞ്ചിങ് ആണ്. ഉബുണ്ടു പറയുന്നുള്ളത് മനുഷ്യൻ ഒറ്റയ്ക്കുള്ള ഒരാളല്ല, അവൻ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മുടെ ജീവിതം ബന്ധങ്ങളിലൂടെ രൂപപ്പെടുന്നുണ്ട്. നമ്മൾ തമ്മിൽ കൈകോർത്താൽ മാത്രമേ യഥാർത്ഥത്തിൽ മനുഷ്യനായുള്ള അർത്ഥമുണ്ടാകൂ. അതിനാൽ ഓരോ ആൾക്കാരും അവരെ വിജയത്തിനേക്കാളും സമൂഹത്തിൻ്റെ വിജയമാണ് നോക്കേണ്ടത്. ഒരു കൂട്ടായ ക്ഷേമത്തിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഈ ഉബുണ്ടുവിൽ കൂടുതലും പഠിപ്പിക്കുന്നുള്ളത്. ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് ഇമാൻസിപ്പേഷൻ, വിമോചനം. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് എൻലൈറ്റ്മെൻറ്റ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ്, ഇമാൻസിപ്പേഷൻ്റെ മീനിങ് അല്ലെങ്കിൽ അതിൻ്റെ ടേം എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ ഉള്ളത്. എൻലൈറ്റ്മെൻറ്റിലും ഹ്യൂമൻ റൈറ്റ്സിലും ഇമാൻസിപ്പേഷൻ എന്ന ഒരു ടേമിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇമാൻസിപ്പേഷൻ എന്നാൽ സ്വാതന്ത്ര്യം, സ്വയം ഭരണം, സ്വയം നിർണയം, ഓട്ടോണമി, ഫ്രീഡം ആൻഡ് ഇൻഡിപെൻഡൻസ് ഇവ നേടിയെടുക്കുന്നുള്ള പ്രോസസ്സിനെ പറയുന്നതാണ് ഇമാൻസിപ്പേഷൻ എന്നുള്ളത്. ചുരുക്കി പറഞ്ഞാൽ സ്വാതന്ത്ര്യം നേടൽ എന്നാണ് ഇമാൻസിപ്പേഷൻ. ഇമാൻസിപ്പേഷനിൽ പറയുന്നുള്ളത് ലിബറേഷൻ ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. ഓരോ ആൾക്കാരുടെയും സ്വാതന്ത്ര്യം, ഫ്രം ദ ഷാക്കിൾസ് ഓഫ് ഒപ്രഷൻ, അടിച്ചമർത്തലുകളിൽ നിന്ന് ഒഴിവാകുക, ഇഗ്നോറൻസ് ഇല്ലാതെയാവുക, ഇൻജസ്റ്റിസ് അനീതി ഇല്ലാതെയാവുക, ഇതാണ് ഇമാൻസിപ്പേഷനിൽ പറയുന്നുള്ളത്. ഓരോ ആൾക്കാർക്കും അവരുടെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് കിട്ടുക. എല്ലാവരും ഈക്വലാണ് റിഗാർഡ്ലെസ് ഓഫ് റേസ്, ജെൻഡർ ഓർ സോഷ്യൽ സ്റ്റാറ്റസ്. ഏത് റേസ് ആയിക്കോട്ടെ, ഏത് ജെൻഡർ ആയിക്കോട്ടെ, ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഏത് മതക്കാരനായിക്കോട്ടെ, ഏത് സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ളവനായിക്കോട്ടെ, എല്ലാവരും ഈക്വലാണ് എന്നുള്ളത് ഇമാൻസിപ്പേഷനിൽ പെടുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് ഇമാൻസിപ്പേഷൻ എന്ന് പറയുക. മനുഷ്യന് ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കാനും മാന്യതയോടുകൂടി ജീവിക്കാനും സ്വന്തം കഴിവുകൾ മുഴുവനും വികസിപ്പിക്കാനുമുള്ള ഒരു വഴിയാണ് ഇമാൻസിപ്പേഷൻ എന്നുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻഡ് വേയിൽ നമുക്ക് നോക്കാം. ഡ്യൂറിങ് ദ എൻലൈറ്റ്മെൻറ്റ് പീരീഡ്, ഇമാൻസിപ്പേഷൻ എന്നുള്ളത് ബുദ്ധിയുടെ ഉപയോഗത്തിലൂടെ സ്വയം ഭരണവും സ്വാതന്ത്ര്യവും നേടുന്ന പ്രക്രിയയാണ്, ഒരു പ്രോസസ്സാണ് ഇമാൻസിപ്പേഷൻ. ഇമ്മാനുവൽ കാന്ത് പോലെയുള്ള തിങ്കേഴ്സ് ഈ ഒരു ഇമാൻസിപ്പേഷനെ സ്വന്തം സൃഷ്ടിച്ച അധീനതയിൽ നിന്ന് മോചനമായി കണ്ടിട്ടുണ്ട്. അവർക്ക് തോന്നിയിട്ടുള്ളത് ഓരോ ഇൻഡിവിജ്വൽസും എൻകറേജ് ടു യൂസ് ദെയർ അണ്ടർസ്റ്റാൻഡിങ്, അവർ മനസ്സിലാക്കി ജീവിക്കുക, മറ്റുള്ളവരുടെ ഒരു നിർദ്ദേശവുമില്ലാതെ ഓരോ ആൾക്കാരും സ്വയം മനസ്സിലാക്കി ജീവിക്കുന്നതാണ് ഇമാൻസിപ്പേഷൻ്റെ മെയിനായിട്ടുള്ള ഗോൾ എന്നുള്ളത്. ഈ ബുദ്ധിയുടെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രാധാന്യം പിന്നീട് വിപുലമായ ഇമാൻസിപ്പേഷൻ പ്രസ്ഥാനങ്ങൾക്കും ഹ്യൂമൻ റൈറ്റ്സിലേക്കും എത്തിച്ചിട്ടുണ്ട്. 19-ാം നൂറ്റാണ്ടിൽ ഇമാൻസിപ്പേഷൻ സ്ത്രീകളുടെയും തൊഴിലാളികളുടെയും മോചനവുമായി അടുത്ത ബന്ധം പുലർത്തി. അവർക്ക് സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ അവകാശങ്ങൾ ലഭിക്കണമെന്ന ആവശ്യം ശക്തമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. കാൾ മാർക്സിന് ഇമാൻസിപ്പേഷൻ അദ്ദേഹത്തിൻ്റെ ചിന്തകളിലെ മുഖ്യ ആശയമായി മാറി. അദ്ദേഹം രാഷ്ട്രീയ ഇമാൻസിപ്പേഷനും ഹ്യൂമൻ ഇമാൻസിപ്പേഷനും തമ്മിൽ വ്യത്യാസം കണ്ടു. ഒപ്പീനിയൻ, ഹ്യൂമൻ ഇമാൻസിപ്പേഷൻ എന്നുള്ളത് വെറും ഭൗതിക ആവശ്യങ്ങളും നിർബന്ധിതാവസ്ഥകളും അതിൽ നിന്ന് വിട്ടുമോചനം നേടുന്നതായി അദ്ദേഹം പറഞ്ഞു. അതിനാൽ ചരിത്രങ്ങളിൽ ഇമാൻസിപ്പേഷൻ എന്നുള്ളത് മനുഷ്യാവകാശങ്ങളുടെ സ്ഥാപനം, ഹ്യൂമൻ റൈറ്റ്സിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഈക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യുക,
ഫ്രീഡം, ഓരോ ഇൻഡിവിജ്വൽസിനും ഫ്രീഡം ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സ്, പിന്നോക്ക വിഭാഗങ്ങൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകുക. ഈ ഒരു പ്രോസസ്സിനെയാണ് ഇമാൻസിപ്പേഷൻ എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇതാണ് ഇമാൻസിപ്പേഷൻ. ഇമാൻസിപ്പേഷൻ എന്നുള്ളത് പല വലിയ റെവല്യൂഷൻസിൻ്റെയും സോഷ്യൽ മൂവ്മെൻറ്റ്സിൻ്റെയും പിന്നിലെ ശക്തിയാണ്. ഇത് എല്ലായ്പ്പോഴും അനീതി ചെയ്യുന്ന സംവിധാനങ്ങളെ ചോദ്യം ചെയ്യുന്നുണ്ട്. അടിമത്തം, കൊളോണൈസേഷൻ, പുരുഷാധിപത്യം, വർഗലിംഗ വിവേചനം എന്നിവയിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാനാണ് ഇത് ശ്രമിക്കുന്നുള്ളത്. ഉദാഹരണത്തിന് സ്ത്രീകൾക്ക് വോട്ടവകാശം ആവശ്യപ്പെടുന്നുള്ള പ്രസ്ഥാനമാണ് സ്ത്രീ പ്രസ്ഥാനം എന്നുള്ളത്. പിന്നൊരു എക്സാമ്പിൾ, കറുത്ത വർഗ്ഗക്കാർക്ക് അവകാശം ആവശ്യപ്പെട്ട സിവിൽ റൈറ്റ്സ് പ്രസ്ഥാനം. ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. LGBTQ+ അവകാശങ്ങൾക്ക് പോരാട്ടം, ഇവ എല്ലാം ഇമാൻസിപ്പേഷൻ്റെ ഉദാഹരണങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഇത് അറിവിൻ്റെ ലോകത്തും ബാധകമാണ്. സ്വതന്ത്രമായി സംസാരിക്കാനും അഭിപ്രായം പറയാനും ശാസ്ത്രീയ അന്വേഷണങ്ങൾ നടത്താനും മനുഷ്യർക്ക് അവകാശമുണ്ട് എന്ന് ഇത് പറയുന്നുണ്ട്. അറിവ് തടഞ്ഞു വയ്ക്കുന്നുള്ള കഠിന മതവിശ്വാസങ്ങളെയും പഴയ നിയന്ത്രണങ്ങളെയും പൊളിച്ചടക്കാൻ ഇത് പ്രേരിപ്പിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇമാൻസിപ്പേഷൻ എന്നും മനുഷ്യനെ സ്വാതന്ത്ര്യത്തിലേക്കും സമത്വത്തിലേക്കും നയിക്കുന്നുള്ള ഒരു ശക്തിയാണ്. ഇത് നമ്മളെ ബുദ്ധിയോട് ചിന്തിക്കാനും അവകാശങ്ങൾക്കായി പോരാടാനും മനുഷ്യരുടെ മാന്യത സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അടുത്തതായി ഇതേ ക്വസ്റ്റ്യന് essay വൈസ് ആയിട്ട് നോക്കാം. ആൻഡ് ഓൾസോ ഇറ്റ്സ് റെലവൻസ് ഇൻ കണ്ടംപററി സൊസൈറ്റി. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇമാൻസിപ്പേഷൻ്റെ പ്രാധാന്യം കൂടി ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രീഡം കിട്ടാനുള്ള ഒരു പ്രോസസ്സാണ് ഇമാൻസിപ്പേഷൻ എന്നുള്ളത്. എന്നിട്ട് ഇമ്മാനുവൽ കാന്ത് പോലെയുള്ള ചിന്തകർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക. 19th സെഞ്ച്വറീൻ്റെ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുക. ഇമാൻസിപ്പേഷൻ എന്നുള്ളത് 19th സെഞ്ച്വറിയിൽ സ്ത്രീകളുടെയും തൊഴിലാളികളുടെയും പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിൽ 2 മൂവ്മെൻറ്റാണ് വന്നിട്ടുള്ളത്, വുമൻസ് സഫ്രേജ് മൂവ്മെൻറ്റും ലേബർ മൂവ്മെൻറ്റും. അതുകൂടാതെ വേറെ മൂവ്മെൻറ്റ്സും വന്നിട്ടുണ്ട്. പ്രത്യേകമായിട്ട് ഈ 2 മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ടാണ് ഇതിൽ പറയുന്നുള്ളത്. സ്ത്രീകൾ അവർക്കുള്ള ബേസിക് റൈറ്റ്സിന് വേണ്ടിയിട്ടും വോട്ടവകാശത്തിന് വേണ്ടിയിട്ടും പിന്നെ സ്ത്രീകൾ അണ്ടർ ദി കൺട്രോൾ ഓഫ് മെൻ, പാട്രിയാർക്കൽ സൊസൈറ്റി ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. ആണുങ്ങളുടെ കീഴിലായിരുന്നു പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നത്. സോ അതിൽ നിന്ന് മോചനം നേടുക എന്നുള്ള ലക്ഷ്യത്തോടെയുമായിരുന്നു ഈ വുമൻസ് സഫ്രേജ് മൂവ്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. തൊഴിലാളികൾ അവർക്കൊരു തുല്യമായ വേതനം, ന്യായമായ വേതനം കിട്ടുക, നല്ല ജോലി സാഹചര്യങ്ങൾ കിട്ടുക, യൂണിയൻ ഉണ്ടാക്കുക എന്നുള്ള അവകാശത്തെക്കുറിച്ചിട്ടുള്ളതായിരുന്നു ലേബർ മൂവ്മെൻറ്റ് എന്നുള്ളത്. ഇമാൻസിപ്പേഷൻ എന്നുള്ളത് ആൻറ്റി കൊളോണിയൽ മൂവ്മെൻറ്റിനും ആൻറ്റി സ്ലേവറി മൂവ്മെൻറ്റിനും ശക്തി നൽകുന്നുണ്ട്. ഇതിൽ ജനങ്ങൾ ലിബറേറ്റിംഗ് ദെംസെൽസ് ഫ്രം ദി ഷാക്കിൾസ് ഓഫ് ഇമ്പീരിയലിസം, റേസിസം, ഡീഹ്യൂമനൈസേഷൻ. ഓരോ ആൾക്കാരും അവർക്ക് മോചനം ലഭിക്കുകയാണ് ചെയ്യുന്നുള്ളത്. ഫ്രം എന്തിൽ നിന്നാണ്? ആധിപത്യത്തിൽ നിന്നും വർഗീയതയിൽ നിന്നും മാനവിക നഷ്ടപ്പെടുത്തലിൽ നിന്നും ഒരു മോചനമാണ് അവർക്ക് ലഭിക്കുന്നുള്ളത്. മഹാത്മാഗാന്ധി, നെൽസൺ മണ്ടേല പോലെയുള്ള ആളുകൾ അവർ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി സമാധാനപരമായിട്ട് ഇതിനൊക്കെ ഇല്ലാതാക്കിയാണ് ശ്രമിച്ചിട്ടുള്ളത്. അവർ പറയുന്നുള്ളത് എല്ലാവരും തുല്യരും മാന്യതയുള്ള മനുഷ്യരുമാണ്. ദി ക്ലെയിം ദെയർ റൈറ്റ്ഫുൾ പ്ലേസ് ആസ് ഈക്വൽ ആൻഡ് ഡിഗ്നിഫൈഡ് ഹ്യൂമൻ ബീയിങ്സ്. അടുത്തതായി കോണ്ടംപററി സൊസൈറ്റിയിൽ ഇമാൻസിപ്പേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നാണ് അടുത്തതായി പറയാൻ പോകുന്നുള്ളത്. ഇന്നത്തെ സമൂഹത്തിലും എമാൻസിപ്പേഷൻ വളരെ പ്രസക്തമാണ്. കാരണം എപ്പോഴും പലതരത്തിലുള്ള അടിച്ചമർത്തലുകളും അവഗണനകളും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. എത്രയൊക്കെ പുരോഗതി നേടിയിട്ടും ഇന്നും പലതരത്തിലുള്ള അനീതികളും വിവേചനങ്ങളും തുടരുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ LGBTQ+ അവകാശങ്ങൾ, ഇതിനുള്ള മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇന്നും LGBTQ+ സമൂഹം അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് പോരാടുന്നുണ്ട്. അവർ സമൂഹത്തിൽ പലപ്പോഴും അപകീർത്തിയും വിവേചനവും നേരിടുന്നുണ്ട്. ഒരു ഡിസ്ക്രിമിനേഷന് അവർക്ക് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ നിയമങ്ങളും അവരുടെ ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ് തടയപ്പെടുന്നുണ്ട്. ഇമാൻസിപ്പേഷൻ അവരെ ഈ തടസ്സങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ആശയമാണ്. ഡിസബിലിറ്റി റൈറ്റ്സ് മൂവ്മെൻറ്റ്. ഇതിൽ പറയുന്നുള്ളത് വൈകല്യമുള്ളവരുടെ അവകാശങ്ങളെ പറ്റിയിട്ടാണ്. അവർ സമൂഹത്തിൽ പൂർണ്ണമായി പങ്കെടുക്കാൻ പല തടസ്സങ്ങളും നേരിടുന്നുണ്ട്. അബ്ലൈസം എന്ന് പറയുന്നത് വൈകല്യമുള്ളവരെ നമ്മൾ താഴെയിട്ട് കാണുന്ന ഒരു മനോഭാവമാണ്. അതായത് അവർക്ക് അവരുടെ അവകാശങ്ങൾ കൊടുക്കാതെ അവർ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ എന്നൊരു പരിഗണന കൊടുക്കുക എന്നുള്ളത്.
അതായത് സാധാ മനുഷ്യന് കൊടുക്കുന്നുള്ള അവകാശങ്ങളും അവർക്ക് കൊടുക്കുന്നില്ല എന്നുള്ള ആ ഒരു മനോഭാവത്തിനെയാണ് അബ്ലൈസം എന്ന് പറയുന്നുള്ളത്. അവർക്ക് കെട്ടിടങ്ങളിൽ, സ്കൂളുകളിൽ, തൊഴിൽ സ്ഥലങ്ങളിൽ, എല്ലാ സ്ഥലങ്ങളിലും ഒരു തടസ്സങ്ങൾ അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ഇമാൻസിപ്പേഷൻ ഇവർക്ക് സമത്വത്തോടെ ജീവിക്കാനും അവകാശങ്ങൾ നേടാനും വേണ്ടി പോരാടുന്ന മൂവ്മെൻറ്റാണ്. ഇമാൻസിപ്പേഷൻ എന്നുള്ളത് ഇൻഡിവിജ്വൽസിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിബറേഷൻ മാത്രമല്ല പറയുന്നുള്ളത്, ബട്ട് ഓൾസോ ഐഡിയാസ് ആൻഡ് നോളേജ്, അറിവിൻ്റെയും ചിന്തകളുടെയും മോചനം കൂടി ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഫ്രം എന്തിൽ നിന്നൊക്കെയാണ്? ഡോഗ്മ, അന്ധവിശ്വാസത്തിൽ നിന്നുള്ള മോചനം, സെൻസർഷിപ്പ്, അഭിപ്രായ നിയന്ത്രണത്തിൽ നിന്നുള്ള മോചനം, ഇൻ്റലക്ച്വൽ സപ്രഷൻ, അറിവ് തടയുന്നതിൽ നിന്നുള്ള മോചനം, ഇതൊക്കെ ഇമാൻസിപ്പേഷനിൽ പെടുന്നുണ്ട്. ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നുള്ള സ്വാതന്ത്ര്യം എന്നുള്ളത്? ദ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഒരാൾക്ക് സംസാരിക്കാനുള്ളതും എക്സ്പ്രസ് ചെയ്യാനും ഉള്ള അവകാശം ലഭിക്കുന്നുണ്ട്. വാഗസ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, ശാസ്ത്രീയ അന്വേഷണം. പണ്ട് കാലങ്ങളിൽ സയൻറ്റിഫിക് ആയിട്ടുള്ള എൻക്വയറി നടത്താൻ വേണ്ടിയിട്ടുള്ള ഫ്രീഡം ഇല്ലായിരുന്നു. ഇമാൻസിപ്പേഷനിലൂടെ അത് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് അക്കാദമിക് ഫ്രീഡം, സ്വതന്ത്രമായി പഠിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. ഇതും ഇമാൻസിപ്പേഷനിലൂടെ ആൾക്കാർക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ഇമാൻസിപ്പേഷൻ ഇന്നത്തെ കണ്ടംപററി സൊസൈറ്റിയിൽ ഇമാൻസിപ്പേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. അൾട്ടിമേറ്റ്ലി ഇമാൻസിപ്പേഷൻ എന്നുള്ളത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇത് അടിച്ചമർത്തുന്ന അനീതികളെയും തെറ്റായ സംവിധാനങ്ങളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. നീതിയും സമത്വവുമുള്ള ലോകം ഉണ്ടാക്കണമെന്നാണ് ഇതിലൂടെ പഠിപ്പിക്കുന്നുള്ളത്. ഇത് നമ്മളെ ബുദ്ധിയോടെയും സ്വന്തം ചിന്തകളോടെയും മനുഷ്യാവകാശങ്ങളെ മാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ മാന്യതകളും കഴിവുകളും തടസ്സപ്പെടുന്ന മതിലുകൾ പൊളിക്കണമെന്നാണ് ഇമാൻസിപ്പേഷനിലൂടെ നമ്മളോട് പറയുന്നുള്ളത്. ലോകത്ത് എത്ര കാലം വരെ അനീതിയും വിവേചനവും അടിച്ചമർത്തൽ, സപ്രഷൻ, ഇഗ്നോറൻസ് ഇതൊക്കെ ഉണ്ടാകുന്നുവോ അത്ര കാലം വരെ ഇമാൻസിപ്പേഷന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരുക തന്നെ ചെയ്യും. സോ ട്രൂലി ഫ്രീ ആയിട്ടുള്ളതും ഡെമോക്രാറ്റിക് ആയിട്ടുമുള്ള ഒരു സൊസൈറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഇമാൻസിപ്പേഷൻ ഏറ്റവും അത്യാവശ്യമാണ്. ഇതാണ് ഇമാൻസിപ്പേഷനെ കുറിച്ച് പറയാനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇമാൻസിപ്പേഷൻ എന്നാൽ ആളുകളെ അടിച്ചമർത്തലിൽ നിന്ന് മോചിപ്പിക്കുന്നതും എല്ലാവർക്കും ഈക്വാലിറ്റി നൽകുന്നതും മനുഷ്യരെ അവരുടെ മുഴുവൻ കഴിവുകളും മാന്യതകളും തിരിച്ചറിയാൻ സഹായിക്കുന്നതുമാണ്. അനീതി ഉണ്ടെങ്കിൽ ഇമാൻസിപ്പേഷൻ ഏറ്റവും അത്യാവശ്യമാണ്. This is all about emancipation, and that's all about today's class. Thank you all. Bye. Please like, share and subscribe.